السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറെ പ്രിയം നിറഞ്ഞ വിശ്വാസികളെ, اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم إنا نسألك الهدى والتقى والعفاف والغنى. സൂറത്തുൽ ഹജ്ജിലെ 39-40 വചനങ്ങളാണ്. ഇതിന് മുന്നോടിയായിട്ട് ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ആയത്ത് നമുക്ക് നോക്കാം. 38. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവ്വാനിൻ കഫൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശ്വാസികളായിട്ടുള്ള അടിമകളെ സംരക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദി കെട്ട വഞ്ചകന്മാരെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നതായിരുന്നു നമ്മൾ വിശദീകരിച്ചിരുന്നത്. ഇനി മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 39-ാമത്തെ ആയത്ത്. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമൂ. أذن للذين يقاتلون بأنهم ظلموا وإن الله على نصرهم لقدير. الذين أخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله ولولا دفع الله الناس بعضهم ببعض لهدمت صوامع وبيع وصلوات لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولينصرن الله من ينصره إن الله لقوي عزيز. ഉദിന എന്ന് പറഞ്ഞാൽ സമ്മതം നൽകുക, അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. ലില്ലദീന യാതൊരു കൂട്ടർക്ക്, യുഖാതലൂന അവരോട് യുദ്ധം ചെയ്യപ്പെടുന്നു, അവരോട് യുദ്ധം ചെയ്യപ്പെടുന്നുണ്ട്. ആ ഒരു വിഭാഗക്കാർക്ക് സമ്മതം നൽകിയിട്ടുണ്ട്. ബി അന്നഹും ദുലിമു അവർ
ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വ ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു അലാ നസ്രിഹിം അവരെ സഹായിക്കുവാൻ ലഖദീർ കഴിവുള്ളവൻ തന്നെയാണ്. ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സമ്മതം നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവരെ സഹായിക്കുവാൻ കഴിവുള്ളവൻ തന്നെയാകുന്നു. അതിനുശേഷം ആ ആക്രമിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ എങ്ങനെയാണ്? അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം പുറത്താക്കപ്പെട്ടിട്ടുള്ളവർ. അല്ലദീന ഉഖ്രിജൂ പുറത്താക്കപ്പെട്ടിട്ടുള്ളവർ മിൻ ദിയാരിഹിം അവരുടെ ഭവനങ്ങളിൽ നിന്ന് ബിഗൈരി ഹഖ്ഖിൻ യാതൊരു ന്യായവും കൂടാതെ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ് അല്ലാഹു ആണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞു എന്നതല്ലാതെ വേറൊരു ന്യായവും കൂടാതെ അവരെ വീടുകളിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. വലൗല ഇല്ലായിരുന്നുവെങ്കിൽ ദഫ്ഉല്ലാഹിൻ നാസ ബഅദഹും ബിബഅദിൻ ജനങ്ങളിൽ നിന്നും ഒരു വിഭാഗം മറ്റു വിഭാഗം ആളുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല തടഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ, ഒരു വിഭാഗം ആളുകളെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു വിഭാഗം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു തആല തടഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ലഹുദ്ദിമത് സവാമിഉ വബിയഉ വസലവാതു വമസാജിദ് ലഹുദ്ദിമത് തകർക്കപ്പെടുമായിരുന്നു. സവാമിഉ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസമഠങ്ങൾ, വബിയ എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ദേവാലയങ്ങൾ, സ്വലവാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൂത ദേവാലയങ്ങളും, മസാജിദു പള്ളികൾ. അപ്പോൾ ജനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാഹു സുബ്ഹാനഹു തആല അവരെ ഉപയോഗിച്ച് തടഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ സവാമിയകളും സന്യാസമഠങ്ങൾ, അതുപോലെ തന്നെ ക്രിസ്തീയ ദേവാലയങ്ങൾ, അതുപോലെ തന്നെ ജൂത ദേവാലയങ്ങൾ, അതുപോലെ മുസ്ലിങ്ങളുടെ പള്ളികൾ, ഇതെല്ലാം തകർക്കപ്പെടുമായിരുന്നു. യുദ്കറു ഫീഹ ഇസ്മുല്ലാഹി കസീറ അള്ളാഹുവിനെ ധാരാളമായി അവിടെ വെച്ചിട്ട് എന്താക്കുന്നുണ്ട്? സ്മരിക്കപ്പെടുന്നു. യുദ്കറു പറയപ്പെടുന്നു, ഫീഹ അവയിൽ വെച്ച്, ഇസ്മുല്ലാഹ് അള്ളാഹുവിന്റെ നാമം, കസീറ ധാരാളമായി. അള്ളാഹു സുബ്ഹാനഹു തആല ധാരാളമായി സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആ ദേവാലയങ്ങളെല്ലാം തകർക്കപ്പെടുമായിരുന്നു. വലയൻസുറന്നല്ലാഹു അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയമായും സഹായിക്കും, മയ്യൻസുറുഹു അവനെ സഹായിക്കുന്ന ആളെ. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ലഖവിയ്യുൻ അസീസ് ശക്തനും പ്രതാപശാലിയുമാകുന്നു. അപ്പൊ ഇതില് അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികൾക്ക് യുദ്ധത്തിനുള്ള അനുമതി നൽകുകയാണ്. യുഖാതലൂൻ എന്നാണ് ഇവിടെ പ്രയോഗിച്ചത്. ഇങ്ങോട്ട് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല യുദ്ധത്തിന് അനുമതി നൽകി എന്നുള്ളതാണ്. ഉദിന എന്നുള്ള പ്രയോഗം സമ്മതം നൽകി, അനുവാദം നൽകി. ഇസ്ലാമിൽ നമുക്ക് ഇഷ്ടമുള്ള സംഗതി ചെയ്യാൻ പറ്റൂല. ശരിയാത്ത് അവിടെ പറയണം. അള്ളാഹുവിൻ്റെ റസൂലോ അള്ളാഹുവോ നമ്മുടെ ഒരു കാര്യം അനുവാദം നൽകിയാലേ നമുക്കൊരു സംഗതി ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് അണ്ട് ചെന്ന് എനിക്ക് എന്നെ ഇഷ്ടമായി, എനിക്ക് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞാൽ എന്താവൂല? നടക്കൂല. ആ പെണ്ണിൻ്റെ സമ്മതം വേണം. അതുപോലെ തന്നെ വലിയൻ്റെ അനുവാദം വേണം. അവർ അതുപോലെ തന്നെ അതിന് ശേഷം നിക്കാഹും മഹറും എല്ലാം നിശ്ചയിച്ചതിന് ശേഷം കല്യാണമാവുള്ളൂ. അപ്പോൾ അവിടെ ഒരു അനുവാദം വേണം. അതേപോലെ തന്നെയാണ് ഒരാൾ വീട്ടിലേക്ക് കയറി ചെല്ലാം. നമ്മൾ അടുത്ത സുഹൃത്താണ്, പക്ഷേ എത്ര അടുത്ത സുഹൃത്താണെന്നുണ്ടെങ്കിലും അവരുടെ വീട്ടിലേക്ക് നമുക്ക് കയറി ചെല്ലണമെങ്കിൽ 3 തവണ സലാം ആവർത്തിക്കണം. ആദ്യത്തെ സലാമിലൂടെ സമ്മതം നൽകുകയാണെങ്കിൽ കയറി ചെല്ലാം. 3 തവണ ആവർത്തിച്ചിട്ടും സലാം കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റില്ല? അവിടെ കയറി ചെന്ന് ഇവിടെ ആരുമില്ലേ എന്ന് ചോദിക്കുന്ന ആ ഒരു അവസ്ഥ ഇസ്ലാമിലില്ല. അതുപോലെ തന്നെയാണ് ബലി കർമ്മത്തിന്റെ സമയത്തും. ഇപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് ബലി അറുത്ത് കഴിഞ്ഞാൽ എന്താവൂല? അത് സ്വീകരിക്കൂല. അവിടെയും ശരീഅത്ത് എന്താക്കണം? നമുക്ക് അനുവാദം നൽകണം. അപ്പൊ ഉദിന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു, ഈ ആയത്ത് ജിഹാദിന് സമ്മതം ലഭിച്ചു എന്നറിയിച്ചുകൊണ്ട് ഇറങ്ങിയ കൂട്ടത്തിൽ ആദ്യത്തെ ആയത്താണ്. ഹാദിഹി അവ്വലു ആയത്തിൻ നസലത്ത് ഫിൽ ജിഹാദ്, ജിഹാദ് അത് നിങ്ങൾക്ക് അനുവദനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള ആദ്യത്തെ ആയത്താണ്. ഇതിനെ വിശദീകരിക്കുന്നിട്ട്
ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാം, വ ഇന്നമാ ശറഅ അല്ലാഹു തആല അൽ ജിഹാദ ഫീ വഖ്തിൽ അലിയഖ് ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴാണ് ഈ യുദ്ധത്തിന് അനുവാദം നൽകിയത്? ഏറ്റവും അനുയോജ്യമായ ഒരു സമയത്താണ്. കാരണം അവർ മക്കയിലായിരുന്ന സമയത്ത് അവർക്ക് എന്താക്കിണ്ടായിരുന്നില്ല, മക്കയിലായിരുന്നപ്പോൾ അവർക്ക് യുദ്ധത്തിന് അനുമതി നൽകില്ല. കാരണം എന്താ? കാനൽ മുശ്രികൂന അക്തറ അദദൻ, അവർ എണ്ണത്താൽ കൂടുതലായിരുന്നു. ഫലൗ അമറൽ മുസ്ലിമീന, ആ സമയത്തെങ്ങാനും മുസ്ലിമീങ്ങളോട് യുദ്ധം അനുവാദം നൽകിയിരുന്നുവെങ്കിൽ അവരെന്താകുമായിരുന്നില്ല, അവിടെ അവശേഷിക്കുമായിരുന്നില്ല. അപ്പോൾ ഇവർ മദീനയിൽ ചെന്നു. മദീനയിൽ എത്തിയതിന് ശേഷമാണ് അവർക്ക് യുദ്ധത്തിന് അനുമതി നൽകിയത്. അപ്പോൾ അവർ മക്കയിലായിരുന്നപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖബ ഉടമ്പടി എല്ലാം നടന്നല്ലോ. ആ ഒരു വേളയിൽ അവിടെ വെച്ച് 80ഓളം വരുന്ന ആ മദീനയിൽ നിന്ന് വന്ന ആ ഒരു കൊച്ചു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഈ വാദിയിൽപ്പെട്ട ആളുകളോട്, ഈ മിനാ വാദിയിലാണ് അവർ ഒരുമിച്ച് കൂടിയത്, അവിടെയുള്ള ആളുകൾ നമുക്ക് അവരോട് യുദ്ധം ചെയ്താലോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലം ഉമർ ബിഹാദ, ഞാൻ എന്താക്കിയിട്ടില്ല, ആ യുദ്ധം കൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുമതി ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധത്തിന് മുതിർന്നില്ല. അങ്ങനെ ശത്രുക്കളുടെ ആ ഉപദ്രവമെല്ലാം കൂടി ആളുകൾ ഹബശയിലേക്കും അതിനുശേഷം മദീനയിലേക്കെല്ലാം ഹിജറ പോയി. അതിനുശേഷമാണ് അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് യുദ്ധത്തിനുള്ള അനുമതിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറക്കുന്നത്. മഹാനായ ഇബ്നുൽ ജൗസി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലമ്മ ഇസ്തഖറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന, നബി മദീനയിലെത്തി. അവിടെ ഒരു താമസം കാര്യങ്ങളെല്ലാം ഉറപ്പായി. വഅയ്യദഹുല്ലാഹു ബിനസ്രിഹി ബിഇബാദിഹിൽ മുഅ്മിനീന അൻസാർ, അവിടെ എത്തി അൻസാറുകൾ എന്തായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അൻസാറുകൾ മുഖേന അള്ളാഹു അവരെ ശക്തിപ്പെടുത്തി. വഅല്ലഫ ബൈന ഖുലൂബിഹിം ബഅദൽ അദാവതി, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിരുന്നു? ഭയങ്കര ശത്രുക്കളായിരുന്നു. അൻസാറുകളിൽ നിന്ന് തന്നെ ിട്ടുള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായിരുന്നു. ആ ശത്രുതയെല്ലാം നീക്കി അവരുടെ മനസ്സിനെ കൂട്ടിണക്കുകയും തങ്ങളുടെ പിതാക്കന്മാരോടുള്ള, കുടുംബക്കാരോടുള്ള ആ ഒരു ഇഷ്ടം അത് മറികടന്ന് പരസ്പരം വിശ്വാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുകയും അതിൽ കറുത്തവനോ വെളുത്തവനോ ഒന്നും വ്യത്യാസമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുകയും സ്വന്തത്തേക്കാൾ മറ്റുള്ളവന് വേണ്ടി അവർ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ആ ഒരു ദറജയിൽ എത്തിയ ഒരു ഘട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല യുദ്ധത്തിന് അനുവാദം നൽകുന്നത്. കാരണം മുസ്ലിങ്ങൾ ഒരിക്കലും എന്താകാൻ പാടില്ല, ഭിന്നിച്ച് പോകാൻ പാടില്ല. അപ്പൊ എല്ലാ നിലക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യുന്നു, ക്ഷമിക്കുന്നു, അതെല്ലാം എത്തി എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് ബോധ്യപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുശേഷമാണ് അവർക്ക് എന്താക്കുന്നത്, യുദ്ധത്തിന് അനുമതി നൽകുന്നത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നതായി കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഷൻഖീത്ത് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ യുദ്ധം അനുവദിച്ചത് 3 രൂപത്തിലാണ്. അപ്പം ഇതിന് നൽകി, സമ്മതം നൽകി, നിങ്ങൾക്ക് എന്താക്കാം, യുദ്ധം ചെയ്യാം. അതെന്തായിരുന്നില്ല, എന്ത് ചെയ്താലും നിങ്ങൾ ക്ഷമിക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിലാവുക, നിങ്ങളുടെ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് അടുത്ത് തന്നെ ഉണ്ട് എന്നതായിരുന്നു തുടക്കത്തിൽ എന്തുണ്ടായിരുന്നത്, അവർക്ക് ഉണ്ടായിരുന്നു. മക്കയിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് സഹിക്കവയ്യാതെ അവർ മദീനയിലേക്ക് എത്തി. അവിടെ നിന്നും അവർക്ക് ഉപദ്രവം വരുന്നു എന്ന് കണ്ടപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് യുദ്ധത്തിന് അനുമതി നൽകുന്നത്. അത് ആദ്യം അവർക്ക് സമ്മതം നൽകി, നിങ്ങൾക്ക് യുദ്ധം ചെയ്യാം. പിന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ആയത്തിറക്കി, വഖാതിലു, സൂറത്തുൽ ബഖറയിൽ വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅതദു. ഇങ്ങോട്ട് യുദ്ധം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, അങ്ങോട്ടും യുദ്ധം ചെയ്യാം. ഇങ്ങോട്ട് ആരെങ്കിലും യുദ്ധത്തിന് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും യുദ്ധത്തിന് പോകാം. വലാ തഅതദു, പക്ഷെ അതിൽ എന്താകാൻ പാടില്ല, ഓവറാകാൻ പാടില്ല. അതിന് കവിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്താക്കാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. പിന്നെ മൂന്നാമതായിക്കൊണ്ട് ഈ ഒരു ഘട്ടമെല്ലാം കഴിഞ്ഞു. വിശ്വാസികൾ മനസ്സുകൊണ്ട് യുദ്ധത്തിനോടും അതല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന ശത്രുക്കളോട് അങ്ങോട്ട് ആക്രമിക്കാനുള്ള ആ ഒരു കഴിവ് എത്തി എന്ന് കണ്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പിന്നീട് ആയത്തിറക്കി, ഫൈദൻ സലഖൽ അഷ്ഹുറുൽ ഹുറും, അങ്ങനെ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട ആ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഫഖ്തുലുൽ മുശ്രിക്കീന ഹൈസു വജത്തുമൂഹും, എവിടെ വെച്ച് മുശ്രിക്കുകളെ കണ്ടാലും നിങ്ങൾ എന്താക്കുക, ആക്രമിക്കുക. അഥവാ യുദ്ധത്തിന്റെ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താക്കരുത്, ഒന്നും നോക്കരുത്. അതുപോലെ തന്നെ വഹ്സുറൂഹും, നിങ്ങൾ അവരെന്താക്കാം, അവരുടെ വീടുകളെ ഉപരോധിക്കുക. വഖഉദു ലഹും കുല്ല മർസദിൻ, അവർക്ക് വേണ്ടി പതിഞ്ഞിരിഞ്ഞുകൊണ്ട് അവരെ ആക്രമിക്കുക എന്ന്
അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ആയത്തിറക്കി. ആദ്യം സമ്മതം നൽകി, പിന്നെ ഇങ്ങോട്ട് ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ തിരിച്ചങ്ങോട്ട് ആക്രമിച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഈ യുദ്ധം നിഷിദ്ധമാക്കിയ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താക്കുക, വിശ്വാസികൾ അത്രയും ആ ഒരു ഉന്നതമായ മനസ്സുകൊണ്ട് ഈമാൻ കൊണ്ടും ശക്തിപ്പെട്ടു എന്നത് കണ്ടപ്പോൾ എന്താക്കി, അള്ളാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിന് പരിപൂർണമായും അവരോട് കൽപ്പിക്കുകയായിരുന്നു. തുടക്കഘട്ടത്തിൽ എന്തായിരുന്നില്ല, കൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർ ആ ഒരു പ്രയാസത്തിലായിരുന്നു. ഇതേപോലെയാണ് ഇസ്ലാമിലെ പല നിയമങ്ങൾ എന്ന് പറയുന്നത്, കള്ള് നിരോധിച്ചത്, അതുപോലെ തന്നെ നോമ്പ് നിർബന്ധമാക്കിയതിനെല്ലാം ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടത്തിലൂടെയാണ് ഇസ്ലാം എന്താക്കിയിട്ടുള്ളത്, അവർക്ക് ആ ഒരു കാര്യം എളുപ്പമാക്കി കൊടുത്തത്. ഒരു നിസ്കാരം പെട്ടെന്ന്, നോമ്പ് പെട്ടെന്ന് നിർബന്ധമാക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് പ്രയാസമായി മാറും. അതുപോലെ തന്നെ കള്ളിൽ അങ്ങേയറ്റം കള്ളിന്റെ പിന്നാലെ പോയിരുന്ന ആളുകളോട്, അത് വിശ്വാസികളുടെ കൂട്ടത്തിലാകട്ടെ, പെട്ടെന്ന് നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവർക്ക് അമ്രുൻ ഷാഖുൻ, പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരോട് എന്ത് പറഞ്ഞു, ഈ കള്ള് കുടിക്കുന്നതിൽ എന്തുണ്ട്, ഒരുപാട് ഉപദ്രവങ്ങളുണ്ട്, നഫ്ഉണ്ട്, ഉപദ്രവമുണ്ട്, ഉപകാരമുണ്ട്. പക്ഷേ ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവമാണ് എന്ന ആയത്തിറക്കി. പിന്നെ അതിനുശേഷം പറഞ്ഞു, നിങ്ങൾ എന്താക്കാൻ പാടില്ല, നിസ്കാരത്തിലേക്ക് മദ്യപിച്ചുകൊണ്ട് വരാൻ പാടില്ല എന്ന ആയത്തിറങ്ങിയതിന് ശേഷം എന്തായി, പിന്നെ അവർക്ക് എപ്പോഴാണ് കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ, ഇശാ നിസ്കാരം കഴിഞ്ഞ ആ സുബഹിന്റെ ഇടയിലുള്ള സമയവും, പിന്നെ അതേപോലെ തന്നെ സുബഹ് കഴിഞ്ഞ് ളുഹറിന്റെ ഇടയിലുള്ള ആ ഒരു സമയത്തിൽ മാത്രമേ അവർക്ക് എന്തുണ്ടായിരുന്നുള്ളൂ, കുടിക്കാൻ പറ്റുള്ളൂ. കാരണം പിന്നെ കുറഞ്ഞ സമയമാണല്ലോ. അപ്പൊ അവർ അതിൽ നിന്ന് വിട്ടുനിന്നു, മാനസികമായി വിട്ടുനിന്നതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, പിന്നെ നിങ്ങൾ എന്താക്കണം, പിശാചിന്റെ ഇത്തരത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തനത്തിൽ നിങ്ങൾ വിട്ടുനിൽക്കണം. ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം എന്ന ആയത്തിറക്കിയപ്പോൾ എന്തായി, അതിലൂടെ കള്ള് പരിപൂർണമായും നിരോധിക്കപ്പെട്ടു. അങ്ങനെയാണ് നോമ്പിന്റെ വിഷയത്തിൽ. നോമ്പ് എങ്ങനെ, ആളുകളോട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോമ്പ് നോൽക്കാൻ പറ്റാത്ത ആളുകൾ എന്താക്കിയാൽ മതി, ഫിദിയ കൊടുത്താൽ മതി, ആളുകൾക്ക് മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുത്താൽ മതി എന്നതിന് ശേഷം പിന്നീട് അവർക്ക് പിന്നെ മുഹറം മാസത്തിലെ പിന്നെ ആ ഒരു 10ാമത്തെ ദിവസം, അതേപോലെ തന്നെ മാസത്തിലെ 3 ദിവസം, ഇതായിരുന്നു നിർബന്ധമായിട്ടും അവർക്ക് നോമ്പുണ്ടായിരുന്നത്. ഈ നോമ്പ് നിർബന്ധമാക്കിയതിന് ശേഷം പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിലെ എല്ലാ നോമ്പുകളും അവർക്ക് എന്താക്കി, നിർബന്ധമാക്കി. ഇങ്ങനെയാണ് ശരീഅത്തിൽ ഒരു പ്രയാസമുള്ള കാര്യം അതിനെ ഘട്ടം ഘട്ടമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് അതിനെ മാനസികമായി പാകപ്പെടുത്തിയതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ശരീഅത്ത് നിയമമാക്കുന്നത്. അതുപോലെ തന്നെ ഈ ആയത്തിന്റെ അവസാനത്തിൽ ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു എന്നതിന് ശേഷം വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കുന്നതിന് കഴിവുള്ളവനാണ്, വിശ്വാസികളെ സഹായിക്കുന്നതിന് കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞു. ഇവിടെ ശംഖീത്തി റഹിമഹുല്ലാ 2 രൂപത്തിൽ ഈ ആയത്തിന് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, ഇപ്പൊ നമ്മൾ ഇതിന് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞു, എന്ത്, ഇന്നല്ലാഹു യുദാഫി അനിൽ ലദീന ആമനു, വിശ്വാസികളെ തൊട്ടുണ്ടാക്കും, അല്ലെങ്കിൽ വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകും. അവർ വിശ്വാസിയായിരുന്നാൽ അവർക്ക് എന്താക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകും. ആ ഒരു അർത്ഥത്തിൽ ഇപ്പൊ ഇവര് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും വിശ്വാസികളാണ്, അവർക്ക് വാഗ്ദാനം നൽകുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും നിങ്ങളെ സഹായിക്കാൻ കഴിവുള്ളവനാണ്, അതുകൊണ്ട് തന്നെ ശത്രുക്കളിൽ നിന്നും നിങ്ങൾ എന്താക്കും, ഞാൻ സഹായിക്കും എന്ന ആ ഒരു സന്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. വിശ്വാസിയായതിനാൽ തന്നെ അവരെന്താക്കും, ഞാൻ സഹായിക്കും. രണ്ടാമത്തെ രൂപം, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നല്ലാഹ ഖാദിറുൻ അലാ അൻ യൻസുറൽ മുസ്ലിമീന അലൽ കാഫിരീന മിൻ ഗൈരി ഖിതാലിൻ, ഒരു യുദ്ധവുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു യുദ്ധവുമില്ലാതെ വിശ്വാസികൾ എന്താക്കാൻ, സഹായിക്കാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ് ഈ ആയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ജിഹാദ് ഇവിടെ നിയമമാക്കുന്നത്? 2 കാരണത്താലാണ്. ഒന്ന്, ഇഖ്തിബാറു സ്വാദിഖി മിൻ ഫി ഈമാനിഹി വഗൈരി സ്വാദിഖി ഫീഹി, വിശ്വാസികളിൽ ആരാണ് സത്യസന്ധന്മാരായിട്ടുള്ള ഈമാനോട് കൂടി നിലനിൽക്കുന്നവരും ആരാണെങ്കിലും മുനാഫിഖീങ്ങളൊന്നും ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇത് പരസ്പരം അവർക്ക് തന്നെ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിഹാദ് നിയമമാക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഷഹാദത്ത് നേടിയെടുക്കാനുള്ള എളുപ്പമാർഗം, ഫീഹാ തസ്ഹീലു നൈലി ഫദ്ലി ഷഹാദ ഫീ സബീലില്ലാഹി ബി ഖത്ലിൽ കുഫാർ, കുഫാറുകളോട് യുദ്ധം ചെയ്തിട്ട് ഷഹാദത്തിന്റെ ദറജ, ഷഹീദ് എന്നുള്ള ആ ഒരു ദറജ അവർക്ക് നേടിയെടുക്കാനുള്ള എളുപ്പമാർഗമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പിന്നെ ജിഹാദിനെ നിയമമാക്കിയത് എന്നും ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് അമീനുൽ ഷംഖീത്ത് റഹിമഹുല്ല പറയുന്നതായി കാണാം. ഏതായിരുന്നാലും ഈ ആയത്തിനെ ചുരുക്കി മനസ്സിലാക്കേണ്ടത്, ഒന്ന്, മുസ്ലിമീങ്ങൾക്ക് യുദ്ധം നിങ്ങൾക്ക് ചെയ്യാം അനുവാദമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും
അതുപോലെ തന്നെ അവർക്ക് അനുവാദം ലഭിച്ചത് എപ്പോഴാണ്? അവരെല്ലാ നിലക്കും മാനസികമായും ശാരീരികമായും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇണക്കം വന്നു, ഇനി ഒരിക്കലും പിരിഞ്ഞു പോവുകയില്ല എന്നൊരു ഘട്ടം എത്തിയതിനു ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ജിഹാദിന് സമ്മതം നൽകുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ സഹായിക്കാൻ കഴിവുള്ളവനാണ്. അത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, യുദ്ധം ചെയ്യാതെ തന്നെ അവരെ സഹായിക്കാൻ കഴിയും. അതുപോലെ തന്നെ അവർ വിശ്വാസികൾ എന്നുള്ള നിലക്കും പിന്നെ അവരെ സഹായിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വെച്ച് വിശദീകരിക്കാം. ഒന്നുകൂടി ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. أذن للذين يقاتلون بأنهم ظلموا وإن الله على نصرهم لقدير. الذين أخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله ولولا دفع الله الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا وَلَيَنْصُرَنَّ اللَّهُ مَنْ يَنْصُرُهُ إِنَّ اللَّهَ لَقَوِيٌّ عَزِيزٌ. هذا والله أعلم. أقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.